തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലായി. തിരുവനന്തപുരം നഗരം ദുരന്തത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ തെറ്റായ പ്രവർത്തികൾ, അവരുടെ തോന്നിയാസം, അവരുടെ ധിക്കാരമൊക്കെ തന്നെ തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തെ ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു ദുരന്താവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്നു. 1000 കോടി രൂപ ചെലവഴിച്ചതിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ തമ്പാനൂർ വെള്ളം പൊങ്ങിയില്ലേ. കോർപ്പറേഷനിലെ ഏറ്റവും വലിയ യൂണിയന് നേതൃത്വം കൊടുക്കുന്ന CPM ആണ്. കോർപ്പറേഷൻ വർഷങ്ങളായി ഭരിക്കുന്ന CPM ആണ്. CPM തന്നെയാണ് കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ തടസ്സം എന്തായിരുന്നു? പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിയിലെത്തി പിന്നീട് ജനങ്ങളെ കട്ടുമുടിക്കുന്ന രീതിയിലേക്ക് മേയർ ആര്യ രാജേന്ദ്രൻ മാറി. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നിയമസഭയിലേക്ക് ഉടൻ തന്നെ മത്സരിക്കാൻ മേയർ എത്തുമെന്നാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി ചേരുന്നത് BJP നേതാവ് VV രാജേഷാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. മേയർ ആര്യ രാജേന്ദ്രനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട വിവാദ നായികയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊരു പദവി ലഭിച്ചു. പിന്നീട് ജനങ്ങളെ കട്ടുമുടിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് മേയറുടെ പ്രവർത്തികൾ പോയത്. ഇപ്പോൾ അതുകൂടാതെ ഇനി മേയർ സ്ഥാനത്തേക്കില്ല, ഇനി നിയമസഭയിലേക്ക് എന്നുള്ളൊരു പുതിയൊരു തട്ടക ചേഞ്ചിലേക്കാണ് മേയർ ആര്യ രാജേന്ദ്രൻ വരുന്നത്. എന്താ പ്രതികരിക്കാനുള്ളത്? അല്ല, അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ആരാണ് മത്സരിക്കേണ്ടത്, ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തെത്തണം എന്ന് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത്, 5 വർഷം മുമ്പ് CPM എടുത്ത ഒരു അതിസാഹസികമായ ഒരു തീരുമാനത്തിന്റെ ക്ഷീണത്തിൽ നിന്നും തിരുവനന്തപുരം മുക്തമാകാൻ വേണ്ടി ഇനിയും ഒരുപാട് കാലം വേണ്ടി വരും. ഈ ഭരണമൊക്കെ മാറി വന്നാൽ പോലും കുറേ സമയമെടുത്താൽ മാത്രമേ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ ആ തീരുമാനത്തിൽ മുറിവിൽ നിന്നും പരുക്കിൽ നിന്നും മുക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലപ്പുറം ഒന്നും പറയുന്നില്ല. പക്ഷെ ഓരോ പാർട്ടിക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. സാധാരണ ജനാധിപത്യത്തിൽ മത്സരിക്കുന്നതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സാർ, ഇപ്പൊ മേയർ മണ്ഡലത്തിലേക്ക് വരും എന്നുള്ള ഒരു ചർച്ച വിഷയമൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാലോ, BJPന്റെ ഒരു ഇതാണ് അത് അവിടെ നിന്ന് പോയത്. അന്ന് ശിവൻകുട്ടി STPI പിടിച്ചിട്ട് അവിടെ ആ വോട്ട് ചോർച്ച ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കാണ്. അപ്പൊ മേയർ വരുന്ന സമയത്ത് അത് വീണ്ടും ആവർത്തിക്കുമോ? ശിവൻകുട്ടിയുടെ ആ ഒരു തന്നെ വീണ്ടും മേയർക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ. ആ സമയത്ത് കുറച്ചുകൂടി ചിത്രങ്ങൾ വ്യക്തമാകുന്ന സമയത്ത് ഞാൻ പറയാം. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ പാർട്ടികളിൽ അവരവരുടെ സ്ഥാനാർത്ഥികളെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുമെന്നാണ് നമ്മുടെ നാട്ടിലെ രീതി. ആ രീതികളെയൊക്കെ തന്നെ നമ്മൾ ജനാധിപത്യത്തിൽ സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സർ, മേയറിന്റെ പ്രവൃത്തികൾ പലപ്പോഴും ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. നമുക്ക് ആറ്റുകാൽ പൊങ്കാലത്തെ ഇതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. BJP പലപ്പോഴും നമ്മുടെ മേയർക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. മാത്രമല്ല, മേയർ ജനങ്ങളെ കട്ടുമുടിപ്പിച്ച് മാത്രമല്ല അവരുടെ ജോലിയും തെറിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. യദുവിനെയൊക്കെ അറിയണ്ടാവുമല്ലോ, KSRTC ഡ്രൈവർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേയർ ഇനി അങ്ങനെ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശിവൻകുട്ടി മറ്റേ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ ആ പരിപാടിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നു. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്കുള്ള ചർച്ചകളിലൊക്കെ ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനങ്ങൾ എടുക്കും. അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ പ്രതികരിക്കാം. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ച ഞങ്ങൾ നടത്തിയ സമരങ്ങൾ, കോർപ്പറേഷൻ ഭരണത്തിന്റെയും അതിന്റെ അഴിമതിക്കെതിരെ നടത്തിയ സമരങ്ങൾ ഫലം കണ്ടില്ല എന്ന് താങ്കൾ പറഞ്ഞ വാദഗതിയോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു സമരത്തിന്റെ ഫലം കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരും പൊതുസമൂഹവും ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലായി. തിരുവനന്തപുരം നഗരം ദുരന്തത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ തെറ്റായ പ്രവർത്തികൾ, അവരുടെ തോന്നിയാസം, അവരുടെ ധിക്കാരമൊക്കെ തന്നെ ഈ നഗരത്തെ മുഴുവനും അധപതനത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ സമരത്തിന്റെ പ്രതിഫലനമാണ്, സമരത്തിന്റെ വിജയമാണ്. ഇപ്പോ ഞാനും നിങ്ങളും ഒക്കെ തന്നെ നമ്മുടെ തിരുവനന്തപുരം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അടുത്തൊരു പ്രശ്നം നമ്മുടെ സ്മാർട്ട് സിറ്റി റോഡുകളുണ്ടല്ലോ. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 മാസമല്ലേ ആവുള്ളൂ. ഒരു 20-25 വർഷത്തോളം ഒരു മെയിൻ്റനൻസും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ട റോഡുകളാണ് അതൊക്കെ തന്നെ. എന്നാൽ ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതിന്റെ സൈഡിൽ ഡക്റ്റ് വേണം. അതായത് വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ ഇലക്ട്രിക് സപ്ലൈ, ഇതിനൊക്കെ തന്നെയുള്ള കേബിൾ ഇടാനുള്ള ഡക്റ്റ് വേണം. അപ്പൊ അവിടെയൊക്കെ തന്നെ കംപ്ലൈന്റ് വന്നാൽ റോഡ് കുഴിക്കാതെ തന്നെ പണി നടത്താൻ സാധിക്കും. അത് മാൻഡേറ്ററി ആണ്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി റോഡുകളിൽ ഒന്നും തന്നെ ഡക്റ്റ് കൃത്യമായിട്ട് നിർമ്മിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അട്ടക്കുളങ്ങര ഭാഗം, അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സിന്റെ മുൻപിൽ ഇവിടെയൊക്കെ തന്നെ കേബിൾ കംപ്ലൈന്റ് ആയി നടു റോഡ് വെട്ടിക്കുഴിക്കുകയാണ്. 25 വർഷത്തോളം ഈ റോഡ് വെട്ടിക്കുഴിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇരിക്കെ ഇവർക്ക് വെട്ടിക്കുഴിക്കേണ്ടി വരുന്നു. അതിന്റെ പ്രശ്നം എന്താണ്?
വെട്ടിക്കുഴിച്ചതിന് ശേഷം ചെയ്യുന്നത് സ്മാർട്ട് റോഡല്ല, അത് PWD ആണ് പാച്ച് വർക്ക് ചെയ്യുന്നത്. 10 സ്ഥലത്ത് വെട്ടിക്കുഴിക്കുമ്പോഴേക്കും പഴയ ലോക്കൽ റോഡിന്റെ അവസ്ഥയിലേക്ക് എവിടെ പോയി ഡക്ട് ചെയ്യേണ്ട പണം എവിടെ പോയി? അപ്പോൾ കരാറുകാരും CPM നേതാക്കന്മാരും കോർപ്പറേഷന്റെ ഭരണാധികാരികളും കൂടി ഈ പണം വീതിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ സംഭാവന ചെയ്തിരുന്ന വർഷമായിരുന്നു കഴിഞ്ഞ 5 വർഷം. ഞങ്ങൾ ഈ സമരങ്ങൾ, ഈ പോരാട്ടങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് ജനങ്ങളുടെ ചിന്തകളിലേക്ക് ഞങ്ങൾ ഈ കോർപ്പറേഷന്റെ അധപ്പതനം ഇട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അത് പ്രതിഫലിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും. മേയറിന്റെ ഈ ഒരു 5 വർഷത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തെ ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു ദുരന്താവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്നു. 1000 കോടി രൂപ ചെലവഴിച്ചതിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ തമ്പാനൂർ വെള്ളം പൊങ്ങിയില്ലേ? തെരുവ് നായ്ക്കൾ ഓരോ ദിവസവും പെരുകയാണ്. മഴ പെയ്താൽ മാലിന്യം, ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുകി വീട്ടിലേക്ക് കയറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തൂണിന് പോലും കൈക്കൂലി കൊടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും നേടിയെടുത്ത ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരൻ ഇവിടെയുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കാൻ സാധിക്കുന്ന തിരുവനന്തപുരത്തെ, ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളരുതാത്ത നഗരം, ഏറ്റവും കൊള്ളരുതാത്ത ഭരണം നടക്കുന്ന നഗരം ആക്കി മാറ്റിയത് ഈ മേയർ സംഘവുമാണ്. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ടുള്ള മാധ്യമങ്ങളിലൊക്കെ വരുന്നത് 2023-24 ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ വർഷവും ഇപ്പോൾ 1800-2000 പദ്ധതികളാണ് ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിൽ. എന്നിട്ട് 100-150 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ബാക്കി എല്ലാ പദ്ധതികളുടെയും തുക സ്പിൽ ഓവറായി അടുത്ത വർഷത്തേക്ക് പോകും. അപ്പൊ കോർപ്പറേഷൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, എല്ലാ വർഷവും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന്റെ 40% പദ്ധതികളെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ, ബാക്കി പദ്ധതിയുടെ തുക അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവറായി പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ 40% പറ്റുള്ളൂ. അപ്പൊ എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് പാഴായി പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേഷനിലെ ഏറ്റവും വലിയ യൂണിയന് നേതൃത്വം കൊടുക്കുന്ന CPM ആണ്. കോർപ്പറേഷൻ വർഷങ്ങളായി ഭരിക്കുന്ന CPM ആണ്. CPM തന്നെയാണ് കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ തടസ്സം എന്തായിരുന്നു? അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കുത്തഴിഞ്ഞ ഒരു പ്രവൃത്തി ശൈലി, ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവരെ കമാൻഡ് ചെയ്ത് നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പല പദ്ധതികളും നിങ്ങൾ നടപ്പിലാക്കാത്ത എന്തുകൊണ്ടാണ്? കോൺട്രാക്ടർമാർ, ഉദ്യോഗസ്ഥന്മാർ നിങ്ങളും ചോദിക്കുന്ന, ഭരണാധികാരികളും ചോദിക്കുന്ന കൈക്കൂലി തരാൻ തയ്യാറാകാതെ വരുമ്പോൾ നിങ്ങൾ ആ ഫയലുകൾ പിടിച്ചു വയ്ക്കുന്നു. അതുകൊണ്ടാണ് 60% പദ്ധതികളും ഓരോ വർഷവും നടപ്പിലാക്കാതെ പോകുന്നത്. ഇതൊക്കെ സമ്മാനിച്ച മേയർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. അപ്പൊ പിന്നെ ഈ ദുരന്തം എന്നല്ലാതെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് എന്ത് പറയാൻ വേണ്ടി? മനുഷ്യത്വമുള്ള ആരെങ്കിലും തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം കട്ടെടുക്കാൻ വേണ്ടി തയ്യാറാവും? ഇവരെന്താ ചെയ്തത്? ഇവർ ഭരണം തുടങ്ങിയത് തന്നെ, ഇവർ 2020 ഡിസംബറിൽ അധികാരത്തിൽ വന്ന് 2021 ഫെബ്രുവരി മാസത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല, ആ പൊങ്കാലയിൽ പോലും അഴിമതി കാണിച്ചുകൊണ്ട് ഭരണം ആരംഭിച്ചവർക്ക് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുവാൻ എന്തെങ്കിലും അവകാശമുണ്ട്? അപ്പോൾ ഒരു സമ്പൂർണ്ണ ദുരന്തമായിരുന്നു.